UDFന് ഭൂരിപക്ഷം കിട്ടിയാൽ രമേശും സതീശനും തമ്മിൽ തർക്കമുണ്ടാകും. പ്രശ്നം ഹൈക്കമാൻഡിന് മുന്നിലെത്തും. ഡൽഹിയിൽ ഒത്തുതീർപ്പ്. സർപ്രൈസ് CM ആയി KC രംഗത്ത് വരും. കോൺഗ്രസ് പാർട്ടിയുടെ കേരളത്തിലെ ഹൈക്കമാൻഡ് എന്ന് വിശേഷിപ്പിക്കപ്പെട്ട സംഘടനാ ജനറൽ സെക്രട്ടറി കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാകും. ഒരുപക്ഷെ ഇങ്ങനെയൊക്കെ കാര്യങ്ങൾ മുന്നോട്ട് പോകും എന്ന് പ്രതീക്ഷിച്ചെങ്കിൽ തെറ്റി. കാര്യങ്ങൾ മാറി മറിഞ്ഞു. തർക്കം ഇപ്പോൾ KC VD അനുകൂലികൾ തമ്മിലാണ്. ചെന്നിത്തല തൽക്കാലം ചിത്രത്തിലില്ല. K സുധാകരൻ തുടങ്ങിവെച്ച ചർച്ച എല്ലാ സീമകളും ലംഘിച്ച് മുന്നോട്ട് പോകുന്നു. നാട്ടുകാരെ കൊണ്ട് പറയിപ്പിക്കരുത് എന്ന് K മുരളീധരൻ പറഞ്ഞിട്ടും അനുകൂലികൾ അടങ്ങിയില്ല. പണിയെടുത്തയാൾക്കാണ് യോഗ്യത എന്ന് VD സതീശൻ അനുകൂലികൾ ആണയിട്ടപ്പോൾ പണിയെടുത്തയാൾ പണിയെടുക്കാത്തയാൾ എന്ന തരംതിരിവ് ഇല്ലെന്നും എല്ലാവരും ഈ പാർട്ടിയിൽ നന്നായി പണിയെടുത്തവർ തന്നെയാണെന്നും ദീപ്തി മേരി വർഗീസിന്റെ മറുപടി. മുഖ്യമന്ത്രി പദവിക്കായുള്ള പോരാട്ടത്തിൽ കൃത്യമായി ഗ്രൗണ്ട് ഉറപ്പിച്ച് നിലവിൽ KC ആണ് മുന്നിൽ. ആദ്യം ചെന്നിത്തലയെ പിന്തുണച്ച K സുധാകരൻ കേരളത്തിന് KC വേണം എന്ന നിലപാടിലേക്ക് മലക്കം മറിഞ്ഞത് നമ്മൾ കണ്ടു. ജയിച്ച് സഭയിലെത്താൻ സാധ്യതയുള്ള കൂടുതൽ പേരും ഇപ്പോൾ KCക്കൊപ്പം. കാര്യങ്ങൾ കൈവിട്ടു പോകുന്നു എന്ന ഈ ഘട്ടത്തിൽ ഇതാ VD സതീശൻ ക്യാമ്പിൽ നിന്ന് ഏറ്റവും പുതിയ വാർത്ത. KC വേണുഗോപാൽ ആണ് മുഖ്യമന്ത്രിയെങ്കിൽ VD സതീശൻ മന്ത്രിസഭയിലേക്ക് ഉണ്ടാകില്ല. KC നയിക്കുന്ന മന്ത്രിസഭയിൽ VD അംഗമാകേണ്ടതില്ല എന്നാണ് സതീശനെ അനുകൂലിക്കുന്നവരുടെ പൊതുവികാരം. ജനഹിതം UDFന് അനുകൂലമാവുകയും KC വേണുഗോപാൽ സർക്കാരിനെ നയിക്കട്ടെ എന്ന നിലപാടിലേക്ക് ഹൈക്കമാൻഡ് എത്തുകയും ചെയ്താൽ അതിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കാനാണ് സതീശൻ ക്യാമ്പിൻ്റെ തീരുമാനം. തുടക്കത്തിൽ വിദേശത്ത് വാട്സാപ്പ് ഗ്രൂപ്പുകൾ കേന്ദ്രീകരിച്ച് നോ KC വേണുഗോപാൽ എന്നായിരുന്നു ക്യാമ്പയിൻ. ഇപ്പോൾ കേരളത്തിലും ഒറ്റപ്പേര് VD എന്ന മുദ്രാവാക്യവുമായി സതീശൻ അനുകൂലികൾ സമൂഹ മാധ്യമങ്ങളിൽ സജീവമാണ്. KCയെ മുഖ്യമന്ത്രിയാക്കാനുള്ള തീരുമാനമെടുത്താൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെ കോൺഗ്രസ് പ്രവർത്തകർ തെരുവിലിറങ്ങും എന്നാണ് സതീശൻ ക്യാമ്പിൻ്റെ ഭീഷണി. ഇതൊക്കെ പക്ഷെ വർക്കാകുമോ എന്ന് കണ്ടറിയണം. കാരണം വിവിധ സംസ്ഥാനങ്ങളിൽ കോൺഗ്രസിലെ പലരും മുഖ്യമന്ത്രിമാരായത് ഇങ്ങനെയൊക്കെയാണ്. രാജസ്ഥാൻ മികച്ച ഉദാഹരണം. 2018 പാർട്ടി അധികാരത്തിലെത്തിച്ച സച്ചിൻ പൈലറ്റിന് പകരം മുഖ്യമന്ത്രിയായത് സംഘടനാ ജനറൽ സെക്രട്ടറി അശോക് ഗെഹ്ലോട്ട്. കർണാടകത്തിൽ പാർട്ടിയെ നയിച്ചത് DK ശിവകുമാർ. മുഖ്യമന്ത്രിയായത് സിദ്ധരാമയ്യ. തെലങ്കാനയിൽ മല്ലപ്പട്ടി വിക്രമാർക്കയെ ഒഴിവാക്കി രേവന്ത് റെഡ്ഡി മുഖ്യമന്ത്രിയായി. ഹിമാചലിൽ പ്രതിപക്ഷ നേതാവ് മുകേഷ് അഗ്നിഹോത്രിയെയും PCC അധ്യക്ഷ പ്രതിഭാ സിംഗിനെയും നോക്കുകുത്തിയാക്കി മുഖ്യമന്ത്രിയായത് സുഖ്വീന്ദർ സിംഗ് സുഖു. ആയതിനാൽ പണിയെടുത്തത് ഞാനാണ് എന്നും പറഞ്ഞിരുന്നിട്ട് ഒരു കാര്യവുമില്ല. പാർട്ടി കോൺഗ്രസ് ആണ്, എന്തും സംഭവിക്കാമെന്ന് ചുരുക്കം. സച്ചിൻ പൈലറ്റിന് സംഘടനാ ജനറൽ സെക്രട്ടറി സ്ഥാനം നൽകി KC വേണുഗോപാലിനെ മുഖ്യമന്ത്രിയാക്കാൻ ഹൈക്കമാൻഡ് തീരുമാനിച്ചാൽ ഇവിടെ സതീശൻ അനുകൂലികൾ തെരുവിലിറങ്ങിയാലും അതേ നടക്കൂ.